നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. എല്ലാവരുടെയും അടീനിയൊക്കെ നല്ല ഭംഗിയിൽ പൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു സാധനമാണ് വാമ്. ഞാൻ ഉപയോഗിക്കുന്നത് അപ്ടെക്കിൻ്റെ തന്നെയാണ് കേട്ടോ. ഞാൻ അപ്ടെക്കിൻ്റെ പരസ്യം കാണിക്കില്ല. എനിക്ക് കിട്ടുന്നതും ഇവിടെ അടുത്ത് കിട്ടുന്നതും ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് ഞാനിത് കാണിക്കുന്നു. നിങ്ങൾ കൃഷി വികസന കേന്ദ്രങ്ങളിലോ യൂണിവേഴ്സിറ്റിയിലോ KVKകളുണ്ട് ഓരോ ജില്ലയിൽ. പിന്നെ കൃഷി ഓഫീസറൊക്കെ ചോദിച്ചാൽ വാമ് കിട്ടും യൂണിവേഴ്സിറ്റിയുടെ. അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മേടിക്കാം. അത് കുറച്ച് ഗുണമേന്മയുള്ള സാധനങ്ങൾ മേടിക്കുക. അവരോട് എക്സ്പയറി ഡേറ്റ് ഒക്കെ ചോദിക്കണം. ജീവാണുവളം വിഭാഗത്തിൽപ്പെട്ട ഈ സാധനം, ഈ വാമ്, നമ്മൾ ഏത് ചെടിയിലും, ഞാനിപ്പോൾ അഡീനിയം സ്പെഷ്യലായിട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എൻ്റെ പ്രധാന ആക്ടിവിറ്റി പെസ്റ്റിസൈഡ് ഫ്രീ കിച്ചൺ ഗാർഡൻ, അടുക്കളത്തോട്ട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനമാണ് വാമ്. അപ്പോൾ ഈ വാം എന്ന് പറയുന്ന ഇതൊരു പൗഡറാണ്. ഇപ്പം ഞാൻ പൊളിച്ച് കാണിക്കുന്നില്ല, കട്ട് ചെയ്ത് വെച്ചതാണ്. എന്നാലും ഈ സാധനം വാം എന്ന് പറയുന്നത്, ഈ അണുക്കൾ നമ്മളുടെ ചെടിയിൽ നിങ്ങൾ പോട്ട് ചെയ്യണ സമയത്തോ വിത്തിടുന്ന സമയത്തോ ഏത് ചെടി ആയിക്കോട്ടെ ചേർത്ത് കഴിഞ്ഞാൽ അവയുടെ പ്രവർത്തനം അവിടെ സംഭവിച്ച് ആ വിത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ അത് കയറി അതിൻ്റെ വേരുപടലങ്ങൾ രൂപപ്പെടുന്നത് മുതൽ ഈ വാമിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. വാം ചെയ്യണത് എന്താ വെച്ചാൽ, ഈ അതായത് ഉപരിതല വിസ്തീർണം, വേരുകളുടെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിച്ച് ചെടികൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ വാമിന് പറ്റും. കാരണം ഫോസ്ഫേറ്റ് വളങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് വേരുപടലങ്ങളെ ദൃഢമാക്കുന്നതിനും വേരുപടലങ്ങളുടെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിനും വാമിന് കഴിവുണ്ട്. അപ്പോൾ ഈ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ വേരുകൾ കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിക്കുക, വേരുകൾ നല്ല വണ്ണം വയ്ക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കൂടുതൽ വേര് വ്യാപിക്കുകയും വണ്ണം വയ്ക്കുകയും ചെയ്താൽ സ്വാഭാവികമായും എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. വേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ഫെർട്ടിലൈസർ, ആഹാരം മണ്ണിൽ നിന്നും ചെടിക്ക് വലിക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ തിയറി. അപ്പോൾ വാമെന്ന് പറഞ്ഞത് ചെടി വളരാനുള്ള ഒരു സാധനമൊന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു കെയർ ടേക്കറാണ് ഇതിൻ്റെ, ഈ ചെടികളുടെ. അപ്പോൾ ഈ വാമ് ഈ വേരുപടലങ്ങളിൽ വ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണം, വേരിനെ ബാധിക്കുന്ന കുറേയൊക്കെ അസുഖങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വാമിന് സാധിക്കും കേട്ടോ. അപ്പോൾ വാമിൻ്റെ ഉദ്ദേശം എത്രയാണോ, അഡീനിയത്തിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും വല്ലപ്പോഴും സമയത്തൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ അഡീനിയം വലിച്ചെടുത്ത് അതിൻ്റെ വേരുപടലം കാണിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വേരുപടലത്തിന് കുറേയൊക്കെ അസുഖം കുറയുകയും വേര് വണ്ണം വയ്ക്കും, വ്യാപിക്കുകയും ചെയ്യും. അത് തന്നെ ചെടിയുടെ വളർച്ചയ്ക്ക്. ഇതാണ് വാമ്. അപ്പോൾ എൻ്റെ എല്ലാ ചെടികളിലും ഞാൻ വാമ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ പോകുന്ന സമയത്താണെങ്കിൽ, ആ ഭാഗത്തേക്ക് പോകുന്നതാണെങ്കിൽ അവിടെ നിന്ന് KVK അവിടെയുള്ള സമയത്ത് അവിടെ നിന്ന് വാങ്ങും. എൻ്റെ നാട് കോട്ടയ്ക്കൽ കൃഷിഭവനിൽ ഈ സാധനം എപ്പോഴെങ്കിലും വരുന്ന സമയത്തുണ്ടെങ്കിൽ അത് വാങ്ങും. ഒരു തവണ എനിക്ക് തന്നെ കൃഷിഭവൻ്റെ സഹായത്തോടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ മദർ കൾച്ചർ വാങ്ങിയിട്ട് ഒരു തവണ ഞങ്ങൾ വീട്ടിൽ കൃഷിഭവന് വേണ്ടിയിട്ട് വാം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ വാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാമിൻ്റെ കാര്യം ഇത്രയും ദീർഘിപ്പിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഡീനിയം ചെടികളിലും ഈ വാമ് കൃത്യമായി ഉപയോഗിക്കുക, റിസൾട്ട് നോക്കുക. പഴയ വാമ് മേടിക്കരുത്, എക്സ്പയറി കഴിഞ്ഞ്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള സാധനം മേടിച്ച് അഡീനിയത്തിൽ പ്രയോഗിക്കാൻ നിങ്ങൾ നോക്കണം. അപ്പം നമ്മളെ ചെടി, ഈ വേരുപടലം നന്നായാലുള്ള ഗുണം എന്താ അറിയോ, വേരുപടലം എത്രത്തോളം വളരുന്നോ, എത്രത്തോളം വലിപ്പം വയ്ക്കുന്നോ, സ്പ്രെഡ് ആവുന്നോ, അത്രത്തോളം ചെടിയുടെ വലിപ്പം കൂടും. അപ്പോൾ ചെടിക്ക് ആഹാരം വലിക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ആഹാരം മുഴുവൻ ചെടി വലിക്കും, പൂവിടും, ഇല കൂടുതലുണ്ടാവും. അങ്ങനെ ചെടി ഇലയാണെങ്കിൽ ഇലച്ചെടിയാണെങ്കിൽ അങ്ങനെ, പൂവാണെങ്കിൽ പൂവ്. ഇങ്ങനെയുള്ള ചെടിക്ക് കരുത്ത് നൽകാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് വാമ്. പച്ചക്കറി വിളകളിലാണ് ഇത് സാധാരണ ഉപയോഗിക്കുക. ഞാൻ അഡീനിയത്തിൽ കൂടി ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പുതുതായിട്ട് ഇത് കാണാൻ, അഡീനിയത്തിൻ്റെ ടിപ്സൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഈ ചാനൽ ഫോർവേഡ് ചെയ്യാം. അതുകൂടാതെ കമൻറ്റ് രേഖപ്പെടുത്തി എനിക്കൊരു മെസ്സേജ് കൂടി അയച്ചു കഴിഞ്ഞാൽ ചില നറുക്കെടുപ്പ് മത്സരങ്ങളിലും നിങ്ങൾക്ക് പങ്കെടുക്കാം കേട്ടോ. താങ്ക് യു.